ഈ ഭരണമാറ്റത്തിൻ്റെ കാറ്റ് തിരുവനന്തപുരത്ത് വീശി തുടങ്ങുമ്പോൾ കേരളത്തിൽ ആദ്യം മാറുന്നത് നമ്മുടെ ഭരണശില കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ഇടനാഴികളാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ തലവര മാറ്റി എഴുതേണ്ട 3.5 കോടി ജനങ്ങളുടെ ജീവിതം തീരുമാനിക്കേണ്ട ആ മന്ദിരത്തിൻ്റെ മുൻവശം പരിശോധിച്ചാൽ മതി ഇന്ന് കേരളം ആര് ഭരിക്കുന്നു, എങ്ങനെ ഭരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാം. ചരിത്രം എപ്പോഴും നമ്മെ ചിലത് ഓർമ്മിപ്പിക്കാറുണ്ട്. ചിലത് നമ്മൾ മറന്നു പോകരുതെന്ന് ഓർമ്മിപ്പിക്കാൻ കാലം തന്നെ ചില സാക്ഷ്യങ്ങൾ ബാക്കി വയ്ക്കും. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് അത്തരമൊരു സാക്ഷ്യമാണ്. ഒരു വശത്ത് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ ഭരണകാലം, മറുവശത്ത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ അധികാരത്തിലേറിയ UDF സർക്കാർ. ഈ രണ്ട് ഭരണകാലങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമറിയാൻ വലിയ രാഷ്ട്രീയ നിരീക്ഷകനോ സർവേ ഏജൻസികളോ ഒന്നുമാകേണ്ടതില്ല. പകരം ഈ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ചെന്ന് ഒരു 5 മിനിറ്റ് നിന്നാൽ മതി. ആ സമരഗേറ്റിന് മുന്നിൽ ഒന്ന് കണ്ണും കാതും തുറന്നു നിന്നാൽ മാത്രം മതി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം ഓർമ്മയുണ്ടോ? കേരളം കണ്ട ഏറ്റവും വലിയ ഭരണപരമായ അരാജകത്വത്തിൻ്റെ കാലമായിരുന്നു അതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതിശയോക്തിയാകില്ല. അന്ന് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഒരു ഭരണസിരാ കേന്ദ്രം എന്നതിലുപരി സകലമാന തട്ടിപ്പുകാരുടെയും ഇടനിലക്കാരുടെയും ഒരു ഉത്സവപ്പറമ്പായിരുന്നു. മന്ത്രിമാരെക്കാൾ കൂടുതൽ അധികാരമുള്ള, എന്തും സാധിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഖതറിട്ട അവതാരങ്ങളെ കൊണ്ട് തിരുവനന്തപുരം നഗരം അന്ന് നിറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും നിയന്ത്രിക്കുന്ന തരത്തിൽ അത്തരം ഇടനിലക്കാർ വന്നതിൻ്റെ വലിയ ഉദാഹരണമായിരുന്നല്ലോ അന്ന് കേരളം കണ്ട സോളാർ ഉൾപ്പെടെയുള്ള വലിയ വിവാദങ്ങൾ. ഒന്ന് ഓർത്തു നോക്കൂ. അന്ന് സെക്രട്ടേറിയറ്റിലെ CCTV ക്യാമറകൾക്ക് പോലും ഇടിമിന്നലേൽക്കുന്ന കാലമായിരുന്നു അത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർ തന്നെ തട്ടിപ്പു കേസുകളിൽ അറസ്റ്റിലാകുന്ന കാഴ്ച കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. ഒരു ഫയൽ നീങ്ങണമെങ്കിൽ, ഒരു സാധാരണക്കാരന് തൻ്റെ അവകാശം ലഭിക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് കറങ്ങി നടക്കുന്ന ഈ കതറിട്ട അവതാരങ്ങളുടെ കനിവ് വേണമായിരുന്നു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും മന്ത്രിമാരുടെ പേര് പറഞ്ഞും കോടികളുടെ ഇടപാടുകൾ ആ ഇടനാഴികളിൽ വച്ച് നടന്നു. അന്ന് ആ ഓഫീസുകളിൽ കയറി ഇറങ്ങിയവരുടെ ഫോൺ രേഖകളും അവരുടെ ചരിത്രവും പത്രത്താളുകളിൽ വലിയ വാർത്തകളായിരുന്നു. ചുരുക്കത്തിൽ ഇടനിലക്കാരുടെ ഒരു സമാന്തര സർക്കാർ തന്നെ അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് LDF അധികാരത്തിൽ വന്ന 10 വർഷം ഈ കാഴ്ചകൾക്കൊന്നും തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രപരമായ സത്യം. മുൻകാലങ്ങളിലെ ആ നാണംകെട്ട ചരിത്രം മാറ്റി എഴുതാനാണ് LDF സർക്കാർ ആദ്യം ശ്രമിച്ചത്. ഈ 10 വർഷക്കാലം ഇത്തരം ഇടനിലക്കാരെയോ ഫയലുകൾ തീർപ്പാക്കാൻ കോൺട്രാക്റ്റ് എടുക്കുന്ന അവതാരങ്ങളെയോ സെക്രട്ടേറിയറ്റ് പരിസരത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയില്ലായിരുന്നു. കാരണം ഭരണയന്ത്രം സുതാര്യമായി. ഈ ഓഫീസ് സംവിധാനം കർശനമായി നടപ്പാക്കിയതോടെ കടലാസ് ഫയലുകൾക്ക് പിന്നാലെ ആളുകൾക്ക് അലയേണ്ടി വന്നില്ല. ഫയലുകൾ എവിടെ എത്തി എന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കി അറിയാവുന്ന കാലം വന്നു. അതോടെ ഈ ഫയൽ നീക്കിത്തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിരുന്ന അവതാരങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ വീണു. കഴിഞ്ഞ 10 വർഷമായി ഖതറിട്ടവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറത്തിലുള്ളവരോ വന്ന് സെക്രട്ടേറിയറ്റ് കയ്യേറിയതായി ഒരു മാധ്യമങ്ങളിലും ഒരു ചെറിയ വാർത്ത പോലും നമ്മൾ കണ്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആർക്കും അങ്ങനെ തോന്നിയതുപോലെ കയറി ചെല്ലാൻ കഴിയാത്ത വിധം സുരക്ഷയും അച്ചടക്കവും അവിടെ ഉണ്ടായിരുന്നു. തികഞ്ഞ പ്രൊഫഷണലിസത്തോടെയാണ് ആ 10 വർഷം സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കഥ വീണ്ടും മാറി കേട്ടോ. പഴയതുപോലെ ആയിരിക്കുകയാണ്. 10 വർഷത്തെ വനവാസം കഴിഞ്ഞ് അധികാരത്തിലെത്തിയതിൻ്റെ ആർത്തിയും ആവേശവും ആ ഇടനാഴികളിൽ ഇപ്പോൾ വ്യക്തമായി കാണാം. UDF വീണ്ടും അധികാരത്തിൽ വന്നതോടെ തിരുവനന്തപുരം വീണ്ടും ആ പഴയ അവതാരങ്ങളുടെ തിരുവനന്തപുരമായി മാറിയിരിക്കുന്നു. ഇതൊന്നും നമ്മൾ വെറുതെ വായുവിൽ നോക്കി പറയുന്നതല്ല. ഈ മാറിയ സാഹചര്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. 2026 ജൂൺ 22-ാം തീയതിയിലെ മാതൃഭൂമി ദിനപത്രത്തിൽ ശ്രീകാന്ത് എഴുതിയ ഒരു കോളം ഈ യാഥാർത്ഥ്യങ്ങളുടെ നേർചിത്രമാണ് വരച്ചു കാട്ടുന്നത്. സെക്രട്ടേറിയറ്റ് നാട്ടുകൂട്ടം, ഖദർഫുൾ ഇടനാഴികൾ എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ. ആ വാർത്തയുടെ ഓരോ വരികളിലൂടെയും നമുക്കൊന്ന് കണ്ണോടിക്കാം. വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഗ്രാമത്തലവൻ വിളിച്ചുകൂട്ടുന്ന നാട്ടുകൂട്ടം പോലെ സെക്രട്ടേറിയറ്റിലെ ബ്ലോക്കുകളും ഇടനാഴികളും നിറഞ്ഞ് ആളുകൂട്ടം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം ഒരു ഗ്രാമത്തിലെ നാട്ടുകൂട്ടം പോലെയായി മാറിയിരിക്കുന്നു. ആ പഴയ സിനിമ ഡയലോഗ് ഓർമ്മയില്ലേ? ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറയുന്ന ആ ഗാംഭീര്യമുള്ള ഡയലോഗ്. ആ ഡയലോഗിലെ കഥാപാത്രങ്ങളെപ്പോലെ ഇപ്പോൾ ആർക്കും തിരുവനന്തപുരത്തേക്ക് ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നേരിട്ട് വണ്ടി പിടിച്ച് തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് വന്നവർ ഇതുവരെ തിരിച്ചു പോയിട്ടില്ലേ എന്ന് തോന്നും വിധമാണ്
അവിടെ ആളുകൾ തമ്പടിച്ചിരിക്കുന്നത് എന്ന് വാർത്ത പരിഹസിക്കുന്നു. വാർത്തയിലെ വർണ്ണനകൾ അവിടെയും തീരുന്നില്ല. വടിവൊത്ത മുണ്ടുകളുടെ ഉരസൽ ശബ്ദവും അത്തറിൻ്റെ മണവും എന്നാണ് ആ ഇടനാഴികളെ ശ്രീകാന്ത് വിശേഷിപ്പിക്കുന്നത്. എങ്ങും ഖദർദാരികൾ മാത്രം, മുറ്റം നിറയെ വില കൂടിയ ഹൈ എൻഡ് കാറുകളുടെ നീണ്ട നിര. എവിടെ നിന്നാണ് ഈ കാറുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്? ആരുടെ കാറുകളാണിവ? ഉത്തരം ലളിതമാണ്. 10 വർഷം മാളത്തിലൊടിച്ചിരുന്നവർ വീണ്ടും തങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ വണ്ടി ഇറക്കിയിരിക്കുകയാണ്. കോഫി ഹൗസിലെ അടുപ്പുകൾക്ക് വിശ്രമമില്ല. ഒരു ചായയുടെയും പഴംപൊരിയുടെയും ഇടയിൽ എത്ര കോടികളുടെ അല്ലെങ്കിൽ എത്ര പേരുടെ സ്ഥലമാറ്റത്തിൻ്റെ ഡീലുകളാകും അവിടെ ഉറപ്പിക്കുന്നത്? മന്ത്രിമാരുടെ ഓഫീസുകളിൽ ആൾക്കൂട്ടം കാരണം സർക്കാർ ജീവനക്കാർക്ക് പണിയെടുക്കാൻ പോയിട്ട് ഒന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണത്രേ. മുൻപ് അകത്ത് കടക്കാൻ കർശനമായ പാസ് വേണ്ടിയിരുന്ന സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ കയ്യിലുള്ള ഒരു കടലാസ് കഷ്ണം കാണിച്ച് ആർക്കും എപ്പോൾ വേണമെങ്കിലും അകത്ത് കടക്കാം. പണ്ട് സമരം ചെയ്യാൻ മാത്രം തുറന്നിരുന്ന സമരഗേറ്റ് ഇപ്പോൾ ആളുകൾക്ക് കയറി ഇറങ്ങാൻ വേണ്ടി എപ്പോഴും തുറന്നു കിടക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള ലോഡ്ജുകൾ മിക്കവാറും ദിവസങ്ങളിൽ ഹൗസ്ഫുൾ ആണെന്നും വാർത്ത പറയുന്നു. കാരണം വ്യക്തമാണ്. സ്ഥലമാറ്റം മുതൽ സകലമാന കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ശുപാർശകളുമായിട്ടാണ് ഈ പടയോട്ടം മുഴുവൻ. പക്ഷേ ഈ വരികൾക്കിടയിൽ ഈ വാർത്തയുടെ ഒരു മൂലയിൽ ഒളിപ്പിച്ചു വച്ച കേവലം ഒരു ചെറിയ പരാമർശമായി മാത്രം കടന്നു പോകുന്നൊരു വരിയുണ്ട്. ഒരുപക്ഷെ കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ടിയിരുന്ന, ചാനലുകൾ രാത്രി 9 മണിക്ക് അന്തിച്ചർച്ച നടത്തേണ്ടിയിരുന്ന ഒരു വലിയ സുരക്ഷാ വീഴ്ചയുടെ വാർത്ത. ആ വാർത്തയുടെ വരികൾ ഇങ്ങനെയാണ്: താങ്ങാവുന്നതിലും അധികം ആളുകൾ നിറഞ്ഞതോടെ അനക്സിലെയും സൗത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലെയും ലിഫ്റ്റുകൾ കഴിഞ്ഞ ദിവസം പൊട്ടി വീണു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ഭീകരമായ അവസ്ഥയാണത്. നൂറുകണക്കിന് സാധാരണക്കാരായ ജനങ്ങളും സർക്കാർ ജീവനക്കാരും നിത്യേന വന്നു പോകുന്ന സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലെ ഒരു വലിയ ലിഫ്റ്റ് പൊട്ടി വീഴുക. അതും എന്തുകൊണ്ട്? ഖദറിട്ട നേതാക്കന്മാരുടെയും അവരുടെ അണികളുടെയും ജനബാഹുല്യം കാരണം. അവരുടെ ഭാരം താങ്ങാൻ കഴിയാതെ. സെക്രട്ടേറിയറ്റിലെ ലിഫ്റ്റുകൾ എന്ന് പറയുന്നത് വലിയ കപ്പാസിറ്റി ഉള്ളവയാണ്. അതിൽ ആളുകൾ ഇരച്ചു കയറി. അത് പൊട്ടി വീഴണമെങ്കിൽ എത്രത്തോളം വലിയ ആൾക്കൂട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും എന്തേ ഇതൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയില്ല? ഇവിടെ ഒരു ലിഫ്റ്റ് തകർന്നു എന്നുള്ളത് മാതൃഭൂമിയുടെ ഒരു ലേഖനത്തിലെ ചെറിയൊരു വരി മാത്രമായി എങ്ങനെ ഒതുങ്ങിപ്പോയി? മുഖ്യധാരാ മാധ്യമങ്ങളുടെ ക്യാമറകളൊന്നും ഈ പൊട്ടിവീണ ലിഫ്റ്റിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തില്ലേ? ഇത്രയും വലിയൊരു വാർത്ത, 1-2 പേരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ അപകടം മറ്റേതെങ്കിലും വാർത്താ ചാനലുകൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതായി നിങ്ങൾ കണ്ടോ? ഇല്ല. ചോദ്യം ഇതാണ്: സാധാരണക്കാരായ ജനങ്ങൾ കയറിയിറങ്ങുന്ന സെക്രട്ടേറിയറ്റിൽ ഇത്രയും വലിയൊരു സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അത് മൂടിവച്ചത്? ഈ സ്ഥാനത്ത് ഭരണത്തിൽ LDF ആയിരുന്നെങ്കിലോ എന്താകുമായിരുന്നു അവസ്ഥ? സെക്രട്ടേറിയറ്റിൽ ലിഫ്റ്റ് തകർന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ലിഫ്റ്റ് അറ്റകുറ്റപ്പണിയിലും കോടികളുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് റൂമുകളിൽ അവതാരകർ അലറി വിളിക്കുമായിരുന്നില്ലേ? തീർച്ചയായും അതെ. പക്ഷേ ഇപ്പോൾ അവർക്കത് വാർത്തയല്ല. ഖദറിട്ട നേതാക്കന്മാരുടെ ഭാരം താങ്ങാൻ കഴിയാതെ ഒരു സർക്കാർ സംവിധാനം അക്ഷരാർത്ഥത്തിൽ തകർന്നു വീണിട്ടും ആരും അറിഞ്ഞില്ല. മാധ്യമ സിൻഡിക്കേറ്റുകളൊന്നും മിണ്ടുന്നില്ല. ആളുകൾ മരിച്ചാൽ മാത്രമേ ഇതൊക്കെ വാർത്തയാവുകയുള്ളൂ എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഇതൊരു വലിയ മുന്നറിയിപ്പാണ് കേട്ടോ. വരാനിരിക്കുന്ന 5 വർഷത്തേക്കുള്ള വലിയൊരു അപായ സൂചന. എന്തിനാണ് ഈ നേതാക്കന്മാരും അണികളും ലോഡ്ജുകൾ മുഴുക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ സെക്രട്ടേറിയറ്റിൽ തമ്പടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അവർ ജനങ്ങളെ സേവിക്കാൻ വന്നവരല്ല. ഫയലുകളിൽ കുരുക്കിട്ട് ഭരണത്തെ സ്തംഭിപ്പിച്ച് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി, ഒരു പെൻഷൻ ശരിയാക്കാനോ ഒരു ചികിത്സാ സഹായത്തിനോ അല്ലെങ്കിൽ ന്യായമായ ഒരു സ്ഥലം മാറ്റത്തിനോ വേണ്ടി നിങ്ങൾ നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സൂക്ഷിക്കുക. സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകളിലും തമ്പാനൂരിലെയും പാളയത്തെയും ഹോട്ടൽ ഇടനാഴികളിലും ചിലർ നിങ്ങളെ കാത്തുനിൽപ്പുണ്ടാകും. വില കൂടിയ അത്തറിൻ്റെ മണമുള്ള വടിവൊത്ത കതറിട്ട അവർ വളരെ സ്നേഹത്തോടെ ചിരിച്ച മുഖവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് നിങ്ങളുടെ തോളിൽ കൈയിട്ടവർ പറയും: നിങ്ങൾ വിഷമിക്കേണ്ട, അത് ഞാൻ ചെയ്തു തരാം, ആ ഫയൽ ഞാൻ ശരിയാക്കാം എന്ന്. ഓർക്കുക, അതൊരു വലിയ കെണിയാണ്. ഇത്രയും നാൾ മാളത്തിൽ അടങ്ങിക്കിടന്നിരുന്ന ആ പഴയ അവതാരങ്ങൾ വീണ്ടും സജീവമായിരിക്കുന്നു. നിങ്ങളുടെ വിയർപ്പിൻ്റെ വിലയായ പണം, നിങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം തട്ടിയെടുക്കാൻ അവർ വല വിരിച്ചു കഴിഞ്ഞു. ഇവരുടെ എന്നും കെണിയിൽ ആരിഞ്ഞെന്ന് വീഴരുത്. സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങളുടെ അവകാശമാണ്. അല്ലാതെ ഈ ഇടനാഴികളിൽ വിലപേശാൻ നിൽക്കുന്ന ഖദറിട്ട ഇടനിലക്കാർക്കുള്ളതല്ല. അവരുടെ വാക്കുകൾ വിശ്വസിച്ച് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പണം അവർക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. ജാഗ്രത പാലിക്കുക, കണ്ണ് തുറന്നിരിക്കുക. കാരണം കാവൽക്കാർ തന്നെ കള്ളന്മാർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുന്ന കാലമാണ് ഇനി വരാനിരിക്കുന്നത്.